ഗ്രൂപ്പിൽ പൊതുവായിട്ട് കുറേ നേരം പ്രാർത്ഥിച്ചു. അതിനുശേഷം കുറച്ച് ഫിസിക്കൽ ഹീലിംഗിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇങ്ങനെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തിയതാണ്. ഒന്ന്, ഒരാൾക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയുണ്ട് എന്നൊരു ചോദിച്ചപ്പോൾ അത് കറക്റ്റാണ്. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കുറച്ച് നേരം പ്രാർത്ഥിച്ചു. അതുപോലെ അമിതമായ ടെൻഷൻ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതായിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊന്ന് ടെൻഷനുള്ളതൊന്ന് കൊടുക്കാനായിട്ട് ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ കെട്ടിക്കിടക്കുന്ന ആ ഒരു വെള്ളം പോലെ കിടക്കുകയാണ്. അതിങ്ങനെ ഒഴുകി പോകുന്നത് കാണുന്നു. അതിനുശേഷം ഒരു മാലാഖ വന്ന പാട് പോലും ഇങ്ങനെ തുടച്ച് മാറ്റുന്നത് പോലൊരു അപ്പോൾ ഈശോ അത് ഹീലിംഗ് ചെയ്യുന്നുണ്ട്. തുടർന്നും പ്രാർത്ഥിക്കണമെന്നൊരു കാര്യമാണ് മനസ്സിലായത്. മറ്റൊരു കാര്യം, ഒരാളോട് ഈ വെള്ളം കുടിക്കുന്നത് കുറവാണ് എന്നിങ്ങനെ പറഞ്ഞു. വെള്ളം കുടിക്കാനൊക്കെ ഇപ്പോൾ കറക്റ്റാണെന്ന് പറഞ്ഞു. അതുപോലെ ഫിസിക്കൽ പെയിൻ, ഷോൾഡർ പെയിൻ, അങ്ങനെയുള്ള പെയിൻ അത് ചോദിച്ചപ്പോൾ കറക്റ്റാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. അതുപോലെ ഒരു മന്ദത ഉണ്ടോ എന്ന് ഒരാൾക്ക് ചോദിച്ചു. അപ്പോൾ അത് കറക്റ്റാണ്. എപ്പോഴും അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അതിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ ഓർമ്മകളുടെ ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ ഒരു പ്രേരണ വന്നു. അങ്ങനെ പഴയ മുറിവുകൾ സുഖപ്പെടാൻ വേണ്ടി. അതുപോലെ ഈ ഒരു വചനം ലൂക്ക് 6:19, അതായത് അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അവരെ സുഖപ്പെടുത്തി. അപ്പം ഒരാൾക്ക് ഫീൽ ചെയ്ത് അയാളുടെ ബോഡിയിൽ നിന്നും ഒരു പവർ ഇങ്ങനെ റിലീസ് ചെയ്യപ്പെടുന്നതായിട്ട് അങ്ങനെ ഒരു ഇതുണ്ടായി. അതുപോലെ ഒരാൾക്ക് ഈ തലയ്ക്ക് ഭാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം തലവേദനയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് അമിതമായ ഉത്കണ്ഠ കൊണ്ട് ചിന്തകളുണ്ടോ എന്ന് ചോദിച്ചപ്പം അത് കറക്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചു. ഇതായിരുന്നു. താങ്ക് യു. നെക്സ്റ്റ്. പ്രൈസ് ദി ലോർഡ്. അടുപ്പിച്ചു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 5 പേരായിരുന്നു. ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കയ്യിലെ തരിപ്പ്, വേദന, ചൂട് ഒക്കെ അനുഭവപ്പെട്ടു. പിന്നെ വചനം കിട്ടി. മരുന്നോ ലേപനമോ അല്ല, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ജാനം 16:12. പിന്നെ ഒരു പാട്ടിൻ്റെ രൂപത്തിൽ വന്നു, ആഴത്തിൽ എന്നോടൊന്ന് ഇടപെടണേ, ആത്മാവിൽ എന്നോട് ഇടപെടണേ. പിന്നെ ഒരാൾക്ക് തലയിൽ AC-യിൽ നിന്ന് വരുന്ന പോലെ തണുപ്പ് ഫീൽ ചെയ്യുമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ശക്തി കരങ്ങളിൽ കൂടി അനുഭവപ്പെടുന്നതായിട്ട് വന്നു. ഈ ശക്തിയുടെ കാര്യം പറഞ്ഞപ്പം ഈ കമ്പിത്തിരി കത്തിയിട്ട് അത് കെട്ടി നിൽക്കുന്നതായിട്ട് മനസ്സിലാക്കി. പിന്നെ ഹോളി വാട്ടർ തളിക്കുന്നതായിട്ട് ജോബിക്കൊരു വിഷൻ ഉണ്ടായി. പിന്നെ സർവ്വഭയങ്ങളിൽ നിന്നും അവിടെ നിന്നെ മോചിപ്പിച്ചു. പിശാചിൻ്റെ പ്രവൃത്തികൾ നശിപ്പിക്കാനാണ് ദേവപുത്രൻ വന്നിരിക്കുന്നത്. നിറയെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു ഡാം ബോബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ കണ്ടു. പിന്നെ ശരീരത്തിലെ വേദനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ കുരിശിൻ്റെ വഴിയിൽ ഈശോ യഥാർത്ഥത്തിൽ എൻ്റെ വേദനകളാണ് അവൻ ചുമന്നത് എന്നുള്ള വചനം അത് ലഭിച്ചു. പിന്നെ ജോബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ ശക്തി കരങ്ങളിൽ കൂടി ജോബിയുടെ ശിരസിലേക്ക് വന്നു. അത് ജോബിക്ക് അനുഭവിക്കുന്നതായിട്ട് ജോബി പറഞ്ഞു. പിന്നെ ഒരു പച്ച കളർ, അതിൻ്റെ അകത്ത് ഒരു ബ്ലൂ കളർ, അതിൻ്റെ ഇത് കിട്ടിയില്ല, വ്യാഖ്യാനം കിട്ടിയില്ല എന്താണെന്നുള്ളത്. പിന്നെ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ഞങ്ങൾ, കടമ നിർവഹിച്ചതേ ഉള്ളൂ എന്നുള്ള ആ ഒരു വചനം. പിന്നെ ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും കുന്നുകൾ തകർക്കുകയും ഇരുമ്പ് ഓടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യധനശേഖരവും ഞാൻ നിനക്ക് തരും. ഇത്രയൊക്കെയാണ് ലഭിച്ചത്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് പ്ലീസ്. അടുത്ത ഗ്രൂപ്പ് ലീഡർ.
ഞങ്ങൾ 4 പേരെ ഉണ്ടായുള്ളൂ ഗ്രൂപ്പിൽ. ഞങ്ങൾ ഇങ്ങനെ പരസ്പരം ഓരോരുത്തരുടെയും ആ രോഗം സൗഖ്യം ആവശ്യമുള്ള മേഖലകൾ ചോദിച്ചിട്ട് അവർക്ക് വേണ്ടി പരസ്പരം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. പിന്നെ മഞ്ജു ചേച്ചിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബോഡി ലൈറ്റ് ആവുന്ന പോലെ തോന്നി എന്നാൾ പറഞ്ഞു. പിന്നെ ബോബു ചേട്ടന് ഫിസിക്കലി അങ്ങനെ ഹെൽത്തിയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. സ്വഭാവത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ്, അവിടെ ഒരു സൗഖ്യം കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞു. അപ്പം അതിന് സമർപ്പിച്ച് ഞങ്ങളെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. പിന്നെ ഡെന്നിസ് ആയിരുന്നു, ഇടയ്ക്ക് നടുവേദന വരാറുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ സ്വഭാവത്തിലുള്ള ചില സൗഖ്യം കിട്ടേണ്ട മേഖലകൾ, സമയം മുഴുവനായിട്ടും പ്രയോജനപ്പെടുത്താൻ പറ്റാത്ത അവസ്ഥ, അങ്ങനത്തെ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ഫിസിക്കലിയും പിന്നെ സ്പിരിച്വലി ആത്മീയമായിട്ടും മാനസികമായിട്ടൊക്കെ സൗഖ്യം കിട്ടേണ്ട മേഖലകളുണ്ടായിരുന്നു. അപ്പോൾ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വേറെ വിഷയമൊന്നും അങ്ങനെ കിട്ടിയില്ല. വെരി ഗുഡ്. ഫോർത്ത് ഗ്രൂപ്പ്. പ്രൈസ് ഗോഡ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം മേരിയാൻ്റിക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പം മേരിയാൻ്റിയോട് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ചോദിച്ചപ്പം ആൻറ്റിക്ക് ഇങ്ങനെ ത്രോട്ട് പെയിന്, അതുപോലെ തന്നെ കണ്ണിൻ്റെ വേദന, മുട്ടുവേദന, ബാക്ക് പെയിൻ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പം ഏഷ്യ 38:9 കിട്ടിയത്, ഹെസക്കിയുടെ രോഗശാന്തി. പിന്നെ പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കൂടുതൽ വചനം വായിക്കാൻ, വചനമാകുന്ന പാദരക്ഷകളാണ് ഞാൻ, അങ്ങനെ ഒരു കാര്യം കിട്ടി. അതുപോലെ തന്നെ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. യാക്കോബ് 5:15 വിശ്വാസത്തിലുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പിന്നെ ഉള്ളതൊരു ആമോസ് 3:3 പ്രവാചക ദൗത്യം. പിന്നെ പ്രാർത്ഥിച്ചത് ലിൻസി ആൻറ്റിക്ക് വേണ്ടിയായിരുന്നു. അപ്പം ആൻറ്റിയുടെ കാലുവേദനയെ പറ്റി ഈശോ സംസാരിച്ചു. കൂടുതൽ വിശുദ്ധിക്ക് വേണ്ടി വളരാനും പറഞ്ഞു. അതുപോലെ തന്നെ ആൻറ്റിയുടെ ഹസ്ബൻഡിനെ കാണിച്ചു തന്നു. പിന്നെ വചനം എടുത്ത് പ്രാർത്ഥിച്ചപ്പം സുഭാഷിതം 14:16 കിട്ടിയത്, വിവേകി ജാഗ്രതയോടെ തിന്മയിൽ നിന്നും അകന്നു മാറുന്നു. പിന്നെ പ്രാർത്ഥിച്ചത് ജോസങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു. അപ്പം അങ്കിളിന് കിട്ടിയ വചനം എന്ന് പറഞ്ഞാൽ ഏഷ്യ 45:2 ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചുള്ള വാതിൽ തുറക്കുകയും ഇടുമ്പോടകൾ ഉടയ്ക്കുകയും ചെയ്തിരിക്കുന്നു. പിന്നെ അങ്കിളിന് പ്രഭാഷകൻ 21 കിട്ടിയത്, ജ്ഞാനത്തിന് വേണ്ടി കുറച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ. പിന്നെ ഒരു മേരിയാൻ്റിക്ക് ഒരു വിഷൻ പോലെ ജോസങ്ങൾ വീട്ടിലിരുന്ന് വേറെ എന്തോ ഒരു സെക്ഷന് വേണ്ടി വീട്ടിലിരുന്ന് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പോലെയായിട്ട് ഈശോ കാണിച്ചു. താങ്ക് യു. കൈയടിച്ച് നന്ദി പറയാം. ഇപ്പൊ അല്പം കൂടി ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്ത രീതിയിലുള്ള സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. പലതും നമുക്ക് അറിയില്ല. ഇപ്പം ഒന്ന് ജന്മനാ തന്നെയുള്ള രോഗങ്ങൾ, ജനറ്റിക്കൽ ഡിസോർഡേഴ്സ്. ഇതും നമ്മുടെ മറ്റൊരു അന്ധവിശ്വാസമാണ്. അത് ജനറ്റിക്കലാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എവിടെയാ പറഞ്ഞേക്കണേ? നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അധപ്പതിച്ച ഒരവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ഉയരേണ്ട ഒരവസ്ഥ, ഈ ജനറ്റിക്കൽ ഡിസോർഡേഴ്സിനെയാണ് ഈശോ ആദ്യം സൗഖ്യപ്പെടുത്തിയതെന്നും അങ്ങനെയുള്ളതിനെ സൗഖ്യപ്പെടുത്താൻ പറ്റും എന്ന് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ജന്മന അന്ധനായ ഒരുവനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നതാണ്. അപ്പൊ അവിടെ തന്നെ ഇപ്പൊ നമ്മൾ രാവിലെ പറഞ്ഞ ടോപ്പിക്കാണ് അവിടുത്തെ ആദ്യത്തെ പ്രശ്നം. ഉടനെ തന്നെ ചോദിക്കുന്നത്, ഇത് അവന്റെ പാപമാണോ അതോ അവന്റെ പൂർവികരുടെ പാപമാണോ എന്നാണ്. കണ്ടോ, വെറുതെ അല്ല, അന്നും ഇന്നും ഇത് തന്നെ പ്രശ്നം. അവൻ കടന്നു പോകുമ്പോൾ യോഹന്നാൻ 9 ജന്മന അന്ധനായ ഒരുവനെ കണ്ട്
കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപനിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, കണ്ടോ, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കും. അപ്പോൾ കർത്താവ് അത് സൗഖ്യപ്പെടുത്തുന്നു. ഒരാള് നോർമലായിട്ട് ജനിച്ചു, നോർമലാണെല്ലാം. അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവമാണ് പരിപാലിക്കുന്നത്, എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ പ്രവൃത്തി പ്രകടമാകുന്നത് ഒരു വ്യക്തി ഇങ്ങനെയുള്ള ഒരു അബ്നോർമാലിറ്റിയിൽ ജനിച്ചു. ദൈവം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യോ? ദൈവം എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്യോ? അപ്പൊ ദൈവം മനഃപൂർവ്വം അവനെ അങ്ങനെ ജനിപ്പിച്ചിരിക്കുന്നത് അവനിലൂടെ, അവന് സൗഖ്യമാക്കുന്നതിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തിയെ ലോകത്തിൽ പ്രകടമാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഓപ്പൺ ഹാർട്ട് സർജറി വേണമെന്ന് പറഞ്ഞ അന്ന് മുതൽ എൻ്റെ അകത്ത് ഭയങ്കര ആവേശമാണ്, ഭയങ്കര ശക്തിയാണ്. എനിക്ക് സൗഖ്യം കിട്ടിയത് മുതൽ എന്നെ ഇരുത്തുന്നില്ല. ഒരു ദിവസം പോലും വിശ്രമമില്ലാതെ എന്നെ ഓടിക്കുകയാണ് രാജ്യങ്ങളിലേക്ക്. എന്തോരം രോഗികളായിട്ടുള്ളവർ എൻ്റെ അടുത്ത് വരുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് അപ്പൊ തന്നെ അവിടെ സാക്ഷ്യം കിട്ടണമെന്നില്ല. ഈ കുറച്ച് നാൾ മുമ്പ് ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്നു, ബ്രദറെ, 20 വർഷം മുമ്പ് ബ്രദർ ബോംബെയിൽ വന്നില്ലേ, അന്ന് പ്രാർത്ഥിച്ചപ്പോ എന്റെ ക്യാൻസർ സുഖമായി. ബ്രദറിനെ അത് കഴിഞ്ഞിട്ട് കണ്ടിട്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഉണ്ടോ, 20 വർഷം കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിയണത്. വേറെ ചെന്നപ്പോഴാണ്, ബ്രദറെ, അന്ന് കുഞ്ഞുങ്ങളില്ലാണ്ടായിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ, ഇതാണ് ഇവൾക്ക് ഇപ്പൊ 10 വയസ്സായി. ഉണ്ടോ, അപ്പൊ നമ്മൾ വിശ്വസിക്കണം, നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവ് നടത്തും എന്ന് വിശ്വസിക്കണം. ഐ കാൺട്ട് ബിലീവ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നും നമ്മള് ഓക്കെ, വൺ മോർ പോയിന്റ്. അപ്പസ്തോല പ്രവർത്തനത്തിൽ ആദ്യത്തെ സൗഖ്യം നടക്കുന്നത് ആരിലാണ്? ജന്മനാ മുടന്തനായ ഒരുവൻ. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിൽ നോക്കി എന്തോരം ജനറ്റിക്കൽ പ്രോബ്ലംസ് ആണുള്ളത്. ഇപ്പൊ മാതാപിതാക്കളായ നമുക്കറിയാം എന്തോ ഒരു സഹനമാണ് ഈ ജനറ്റിക്കൽ പ്രോബ്ലം ഓരോ കുടുംബത്തിലും ഉണ്ടാകുന്നത്. എന്നിട്ട് നമ്മളതിനെ ഉടനെ ഇത് പൂർവ്വശാപമാണെന്നും പറഞ്ഞ് അങ്ങനെ കെട്ടിവെക്കുന്നു. അതേ സമയത്ത് വിശ്വാസത്തിന്റെ ഭാഷയിൽ ഇതിനെല്ലാം സൗഖ്യം തരാൻ കഴിവുള്ളവനാണ് നമ്മുടെ കർത്താവെന്നും അതിനുവേണ്ടി നമ്മൾ വേണ്ട രീതിയിൽ പ്രാർത്ഥിക്കുന്നില്ല. ഞാൻ കുറച്ച് നാൾ മുമ്പ് അയർലൻഡിൽ ഈ അന്നത്തെ ഒരു വർക്ക്ഷോപ്പ് ഹീലിംഗ് ആൻഡ് ഡെലിവറൻസിൽ മാത്രമായിരുന്നു. അപ്പോൾ ഒരു സഹോദരി ദൂരത്തുനിന്ന് വന്നിരിക്കുകയാണ്. അവർ വന്നിട്ട് പറയണം, ഞാൻ നിന്നോടൊരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് വന്നത്. അവർ പറയാണ്, ഞാൻ ഒരു ഓട്ടിസ്റ്റിക് കൊച്ചിന് വേണ്ടി കുറെ നാളായിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ സർട്ടിഫൈ ചെയ്തേക്കണം അതിന് ഓട്ടിസം ഇല്ലാന്ന്. പ്രൈസ് ദി ലോർഡ്. അവരുടെ സന്തോഷം കണ്ടിട്ടുണ്ടല്ലോ. നമുക്കറിയാലോ ഇല്ലേ, പർട്ടിക്കുലർലി ചില ഓട്ടിസ്റ്റിക് കുട്ടികളിൽ ഉണ്ടാവുന്ന വയലൻസും അവരുടെ പിടിവാശിയും അവരുടെ സൈസും അവരെ മാനേജ് ചെയ്യാൻ പറ്റാത്ത മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകളും ആലോചിച്ച് നോക്കി. അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് വേണ്ടി ഇവര് കുറെ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞത്. മനസ്സിലായ? ഇതൊരു ദിവസം പ്രാർത്ഥന കൊണ്ട് തീരുന്ന കാര്യമല്ല. അറ്റ് ലാസ്റ്റ് ഇപ്പോ ഡോക്ടർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു ആ കുട്ടി ഹാസ് നോ ഓട്ടിസം. ഇത് എന്നെ അറിയിക്കാൻ എന്തിനാ അവർ വന്നത്? എനിക്ക് അതോടെ ഭയങ്കര ഒരു പ്രചോദനമായി. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കണം
ഇത് കിട്ടുന്നത് വരെ പ്രാർത്ഥിക്കണം. എന്തിനു പറയണം? അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരണവർ ഒരുപാട് പേര് ഓട്ടിസം ഡൗൺ സിൻഡ്രോം അല്ലെങ്കിൽ അതുപോലെയുള്ള ചില പേരുകളൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, അതുപോലെയുള്ള ഭയാനകമായ രോഗങ്ങളുള്ളവര്. അപ്പോ ഈശോ മത്തായിയുടെ സുവിശേഷത്തില് ആദ്യത്തെ മത്തായി 4-ാം അധ്യായത്തില് 23-24 വചനത്തിൽ അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇനി അടുത്തത് കേട്ടോ, ഇത് വായിക്കാമോ? നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി വായിച്ചേ. ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും, അത് നീട്ടിപ്പടിച്ചേ, ജനങ്ങളുടെ എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്തി. കേട്ടോ, അതെന്താ രോഗവും വ്യാധിയും എന്ന് പറഞ്ഞാൽ? അതാണ് രോഗവും വ്യാധിയും. രോഗം ശരീരത്തിന്റെ രോഗമാകാം, വ്യാധി മനസ്സിന്റെയോ ആത്മാവിന്റെയോ മറ്റ് പല കാരണങ്ങളും ആകാം. വ്യാധികളും സുഖപ്പെടുത്തിയും ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അപ്പൊ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ വലിയൊരു ബൈബിൾ കൺവെൻഷൻ ആണെങ്കിൽ കർത്താവ് ചുറ്റി സഞ്ചരിക്കുന്നതിന് പകരം ആ ചുറ്റുപാടുമുള്ളവരെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളൂ. സെയിം എഫക്റ്റ്. ഗലീലി മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു. അവന്റെ കീർത്തി സിറിയയിലെങ്ങും വ്യാപിച്ചു. അടുത്തത്, എല്ലാ രോഗികളെയും വിവിധ വ്യാധികളായും വ്യതകളാലും അവശരായവരെയും പിശാച് ബാധിതർ, അപസ്മാര രോഗികൾ, തളർവാദക്കാർ എന്നിവരെയും അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അവരെ സുഖപ്പെടുത്തി. ഇപ്പൊ ഞാൻ ഒരിക്കലും ഒരു പള്ളിയിലെ ധ്യാനം, പാരിഷ് മിഷൻ. അപ്പം നമ്മള് പള്ളിയിൽ പ്രസംഗിക്കണു, അവിടെയും രോഗശാന്തി ശുശ്രൂഷകളൊക്കെ നടത്തി. അപ്പോൾ ഒരാൾ വന്ന് ചോദിക്കുകയാണ്, സാറേ എൻ്റെ സഹോദരി വീട്ടില് തളർവാദ രോഗിയായിട്ട് കിടക്കുകയാണ്, എനിക്ക് അവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റൂല, സാറ് വീട്ടിലേക്ക് വരാമോ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും. അതാണ് നമ്മൾ പാരിഷ് മിഷന് പോകുമ്പോൾ ഹോം വിസിറ്റുകൾ നടത്തുന്നത്. ഹോം വിസിറ്റ്. ഇപ്പൊ യഥാർത്ഥ രോഗികൾ വീട്ടിലാണ്, അവർ പള്ളിയിൽ വരുന്നില്ല. അവർക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ഹോം വിസിറ്റ്. അങ്ങനെ ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ പറഞ്ഞു യെസ് പോകാം. അപ്പൊ ഞാനും വേറെ 1-2 പേര് കൂടി ആ വീട്ടിൽ പോയി. അപ്പൊ ഇവിടെയാണ് ഇനി നമ്മൾ വരങ്ങൾ ഉപയോഗിക്കേണ്ട കാര്യം. അപ്പൊ ആ വീട്ടിൽ ചെന്നപ്പോ അവരുടെ കിടപ്പ് കണ്ടിട്ട് വളരെ വേദനാജനകമാണ്. അവരെന്നോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. എവിടെ ദൈവം? എന്ത് ദൈവം? നിങ്ങൾ ദൈവം സ്നേഹമാണെന്നെല്ലാം പറഞ്ഞിട്ട് എവിടെ ദൈവത്തിന്റെ സ്നേഹം എന്നെല്ലാം പറഞ്ഞിങ്ങനെ എന്നെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് മനോഭാവം വേണം? അപ്പോഴാണ് നമ്മുടെ ശരിക്ക് സ്വഭാവം മനസ്സിലാവണത്. മനസ്സിലായോ? അപ്പൊ നമ്മൾ അവരോട് കൂടുതൽ കരുണയോടെ സംസാരിക്കണമെങ്കിൽ രാവിലെ തന്നെ ഫുൾ ടാങ്ക് പേഴ്സണൽ പെയറിൽ സേവസേവ നടന്നിട്ടുണ്ടാകണം. ദൈവാദിനത്തിന് ഞാൻ അവരോട് വളരെ കരുണയോടെ സംസാരിക്കാൻ സാധിച്ചു. അപ്പോ ദർശനത്തിൽ എനിക്ക് കാണിച്ചു തന്നു, അവരുടെ ആത്മാവിൽ ഹൃദയത്തിൽ ഭയങ്കരമായ ദുഃഖം കെട്ടിക്കിടക്കുകയാണ്. ദുഃഖം. അപ്പൊ അതിനെ അനുകൂലിക്കുന്ന ഒരു വചനം ഓർമ്മ വന്നു, ദുഃഖം ശക്തി തളർത്തും. അപ്പൊ ആരെങ്കിലും മരിച്ചത് മൂലമുള്ള ദുഃഖം, പ്രഭാഷകൻ 38 പ്രഭാഷകൻ 38 പറയുന്നുണ്ട്, ദുഃഖം ശക്തി തളർത്തും.
മരിച്ച് അതാണ് ദുഃഖം കണ്ടോ, ദുഃഖം മരണത്തിൽ കലാശിക്കുന്നു, ഹൃദയവേദന ശക്തി കെടുത്തുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് മരിച്ചവരെ കുറിച്ച് ദുഃഖിക്കാം, പക്ഷേ അത് ഒരുപാട് നാള് അങ്ങനെ ദുഃഖിച്ചിരിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ഇവിടെ, അപ്പൊ അവൾ പറയാൻ തുടങ്ങി, എൻ്റെ അപ്പനെ കർത്താവ് കൊണ്ടുപോയി. എന്തിനാ എൻ്റെ അപ്പനെ കൊണ്ടുപോയി? അത് കഴിഞ്ഞ് അധികം താമസിയാതെ എൻ്റെ അമ്മയും കൊണ്ടുപോയി. എന്ത് കർത്താവ്? അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ഒരു വീട്ടില് ഒരു മകൾക്ക്, അവൾ ഏക മകളാണ്, ആ മകന് ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അവളുടെ അപ്പനും അമ്മയും അധികം ഗ്യാപ്പില്ലാണ്ട് മരിച്ചു. അപ്പൊ അപ്പൻ മരിച്ചതിന്റെ വേദന എന്ന് അവൾ റിക്കവർ ആവണേക്ക് മുമ്പ്, അല്ലെങ്കിൽ അവളെ വേണ്ട മാതിരി ആശ്വസിപ്പിക്കാൻ ആരും ഉണ്ടായില്ല. അമ്മയും മരിച്ചു. ഈ ദുഃഖമാണ് അവളുടെ 9 വർഷമായിട്ട് തളർവാദമാണ്, തളർന്നു കിടക്കുകയാണ്. ഒരാളും ഒരു മരുന്നും കഴിച്ചിട്ട് ഒരു ഗുണമില്ല. അപ്പൊ ഇങ്ങനെയുള്ള രോഗങ്ങൾക്ക് എന്ത് മരുന്ന് കഴിച്ചാലും സൗഖ്യമുണ്ടാവില്ല. കാരണം ഇത് രോഗമല്ല, വ്യാധിയാണ്. രോഗവും വ്യാധിയും. ഇനി നമ്മുടെ പരിശുദ്ധാത്മാവ് നയിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, നിന്റെ അപ്പനും അമ്മയും ഇപ്പൊ എവിടെയാ? ആർക്കറിയാം? അതായിരുന്നു ഉത്തരം. അപ്പൊ അതാണ് വിശ്വാസക്കുറവിന്റെ ഒരു കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ, നിന്റെ അപ്പനെ ദൈവമല്ലേ നമുക്ക് തന്നത്? ദൈവം തന്നത് ദൈവം എടുത്തു. നിന്റെ അപ്പൻ നല്ല വിശുദ്ധനായി ജീവിച്ചു, കുർബാന കൈക്കൊണ്ട് കുമ്പസാരിച്ചു, മരിച്ചു. അപ്പോ അപ്പൻ ഇപ്പൊ എവിടെ? അപ്പൻ ഈശോന്റെ അടുത്തല്ലേ? ഈശോന്റെ അടുത്തോ? അപ്പൊ നമ്മൾ സത്യം പറയുമ്പോ സത്യം അവരെ സ്വതന്ത്രരാക്കുമെന്ന് പറയണതാണ്. സത്യം എന്താ? ഒരു ക്രിസ്ത്യാനി നമ്മൾ ആർക്കറിയാം, ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കാം എന്നും പറഞ്ഞിരിക്കല്ലേ വേണ്ടത്. എന്താണ് വചനം പറയണേ? എന്റെ ശരീരം ഭക്ഷിക്കും, എന്റെ രക്തം പാനം ചെയ്യും, മാനവനെന്നിൽ നിവസിക്കും, അവനിൽ ഞാൻ. നമ്മൾ ഇതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല. അപ്പൻ ജ്ഞാനസ്നാനം സ്വീകരിച്ചാണോ? അതെ. അപ്പൻ ആദ്യ കുർബാന സ്വീകരിച്ചാണോ? അതെ. അപ്പൻ കുമ്പസാരിച്ചോ? അതെ. അങ്ങനെയുള്ള ഒരു വ്യക്തി എവിടെ ആയിരിക്കണം? ആർക്കറിയാം? കുറെ നാൾ ശുദ്ധീകരണ സ്ഥലത്തിൽ ഇട്ട് പൊരിച്ചാലേ സ്വർഗത്തിലേക്ക് കയറ്റുള്ളൂ എന്നുള്ള മാതിരിയാണ് നമ്മുടെ കുറെ ആൾക്കാരുടെ വിചാരം. അപ്പൊ ശുദ്ധീകരണ സ്ഥലം എന്തിനാ? ശുദ്ധീകരണ സ്ഥലത്തിലൂടെ അല്ലാണ്ട് ആരെങ്കിലും സ്വർഗത്തിൽ പോവോ? ഇങ്ങനത്തെ നെഗറ്റീവ്സ് മാത്രമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. എന്നാൽ ശുദ്ധീകരണ സ്ഥലത്തിലുള്ളവരെല്ലാവരും സ്വർഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് പോലും മനുഷ്യൻ മനസ്സിലാക്കുന്നില്ല. 1030 കാറ്റഗിസത്തിൽ 1030 എന്താണ് ശുദ്ധീകരണ സ്ഥലം? 1030 ഇതൊന്നും ഞാൻ പറയണതല്ല. കത്തോലിക്ക സഭയുടെ ഏറ്റവും ഔദ്യോഗിക പ്രബോധനമാണ്. അന്തിമ വിശുദ്ധീകരണം അഥവാ ശുദ്ധീകരണ സ്ഥലം. കണ്ടോ, അന്തിമ വിശുദ്ധീകരണം എന്നാണ് അതിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവത്തിന്റെ കൃപാവരത്തിലും സൗഹൃദത്തിലും മരിക്കുന്നവർ പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ടവരല്ലെങ്കിലും നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. എന്നാൽ സ്വർഗീയ ആനന്ദത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ വിശുദ്ധി നേടുന്നതിന് വേണ്ടി അവർ മരണാനന്തരം ശുദ്ധീകരണത്തിന് വിധേയരായിത്തീരുന്നു.
അപ്പൊ അവർ നിത്യരക്ഷയുടെ ഉറപ്പ് നേടിയവരാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെയൊക്കെയാണ്. അപ്പൊ ചിലർ പറയും, ഒരച്ഛനൊരു പുസ്തകം തന്നിട്ട് പറഞ്ഞു, അതെ കാത്തോലിക്ക സഭയുടെ മതബോധനത്തിൽ 3 പാരഗ്രാഫേ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ, അപ്പൊ അതിലൊന്ന് വായിച്ചു നോക്ക്. ആര് എഴുതിയേക്കണം വായിക്കണം? കത്തോലിക്ക സഭയുടെ മതബോധനം പഠിച്ചത് വായിക്കണം. ഈ പുസ്തകം മുഴുവനും കുറെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ അത് എഴുതണ്ടല്ലേ? ഇവിടെ 3 പാരഗ്രാഫേ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുള്ളൂ, അത്രേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് കാര്യം മനസ്സിലാവും. എന്നിട്ട് ഓരോരുത്തര് ആ വിശുദ്ധന്റെ ഈ വിശുദ്ധന്റെ അയാൾക്ക് ഇങ്ങനെ കിട്ടി, അയാൾക്ക് ഇങ്ങനെ കിട്ടി, അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞ് ഇത് മുഴുവനും നമ്മളെ തലയിൽ കയറ്റിയാണ്. എന്ത് പഠിക്കണം നമ്മള്? ആര് പറയണത് കേൾക്കണം നമ്മള്? അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഒരപ്പനും അമ്മയും ഉണ്ട്. സഭയാണ് അമ്മ. അമ്മ എന്ന് പറഞ്ഞാൽ സഭ ഒരു ചാക്രിക ലേഖനമാണ്, മാറ്റർ എറ്റ് മജിസ്ട്ര. സഭ അമ്മയും ഗുരുനാഥയും ആണ്. ജോൺ 23-ാം മാർപ്പാപ്പയുടെ പ്രസിദ്ധമായ ചാക്രിക ലേഖനമാണ്. സഭ അമ്മയും ഗുരുനാഥയുമാണ്. അതിന്റെ പ്രിയാമ്പിൾ മാത്രം വായിച്ചാൽ മതി. ബാക്കിയുള്ളത് റേരും നൊവേരും എന്ന ചാക്രിക ലേഖനത്തിന്റെ ആനിവേഴ്സറി ആയിട്ട്, അല്ല ജൂബിലി ആയിട്ട്, സെന്റിനറി ആയിട്ട് എടുത്തതാണ്. സോഷ്യൽ ജസ്റ്റിസിനെ കുറിച്ചാണ്. എന്നാലും ആദ്യത്തെ ആ പ്രിയാമ്പിളിൽ തന്നെ നമുക്കറിയാം സഭ ഒരമ്മയാണ്. സഭ മക്കളെ പഠിപ്പിക്കുന്ന കാര്യമല്ല. അതിന് നമുക്ക് സഭയോട് അത്രയ്ക്ക് വലിയ ഒരു സ്നേഹവും പരിശുദ്ധാത്മാവ്, അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നയിക്കൽ നമ്മളിൽ ഉണ്ടാവുന്നത്. നമ്മളെ പരിശുദ്ധാത്മാവ് നയിക്കുന്നത് സഭയോട് ചേർത്ത് വെച്ചുകൊണ്ടാണ്. സഭയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് ആർക്കും ജീവിക്കാൻ പറ്റില്ല. സഭ ക്രിസ്തു തന്നെയാണ്, ക്രിസ്തുവിന്റെ ശരീരമാണ്. എനിവേ, അപ്പോ സഭയുടെ പ്രബോധനത്തിൽ നിന്ന് വിട്ടിട്ട് നമ്മൾ വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ പഠിക്കുന്നുണ്ടോ പറയും. എന്നിട്ട് ഇതിലില്ലാത്ത കുറെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചു കൂട്ടണം. എന്നോടും ആൾക്കാരെ എഴുതാൻ പറഞ്ഞു, അതിനെന്താ പുസ്തകം എഴുതാത്തത്? ഞാൻ പറഞ്ഞു, ഈ മാർപ്പാപ്പമാരെ എഴുതേക്കണ പുസ്തകം പോരെ, ഇനി ഞാനും കൂടി എഴുതണം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ എത്ര പുസ്തകങ്ങള്, ജോൺ പോൾ മാർപ്പാപ്പയുടെ എത്ര പുസ്തകങ്ങള്. ഒന്നുമില്ലെങ്കിൽ അൽമായ വിശ്വാസി എന്ന് പറഞ്ഞ് ജോൺ പോൾ മാർപ്പാപ്പ എഴുതിയ അപ്പസ്തോലിക ലേഖനം ഒന്ന് വായിച്ചു നോക്ക്. അപ്പൊ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഗമ എന്താന്ന്. ഇതൊന്നും ആരും വായിപ്പിക്കണില്ല. ഇത് POCയിൽ പബ്ലിഷ് ചെയ്യാനായിട്ട് അവർ പ്രിന്റ് ചെയ്തിട്ട് അവിടെ കെട്ടിക്കിടക്കായിരുന്നു. ആരും വാങ്ങിക്കണില്ല, ആരും കൊണ്ടുപോകണില്ല. എന്നിട്ട് ആ കാലഘട്ടത്തിലാണ് നമ്മൾ കൺവെൻഷനുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവര് പറഞ്ഞു, ബ്രദറെ ഇത് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരാമോ? എന്നിട്ട് ഞാനത് മൊത്തമായിട്ട് കച്ചവടമാക്കി ഈ കൺവെൻഷൻ സ്റ്റാളുകളിലൊക്കെ ഇങ്ങനെ വെറുതെ കൊടുക്കാൻ തുടങ്ങി. അൽമായ വിശ്വാസികൾ, ഐ റെക്കമെൻഡ് യു, നിങ്ങളതൊന്നും എടുത്ത് വായിക്കുക. ഇപ്പൊ നിങ്ങളെ വാസ്തവത്തിൽ സഭ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കാനാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. പുതിയ തലമുറയെ. ഈ പുതിയ തലമുറയെ വാർത്തെടുക്കുമ്പോൾ അവർക്ക് യഥാർത്ഥമായ സഭാ പ്രബോധനത്തിൽ വാർത്തെടുത്തില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് പറയും. ഐ തിങ്ക് ദാറ്റ് മേക്ക് സെൻസ് ഇല്ലേ? നമ്മളെ പോയവര് പോയി, അവരെ ഇനി യു കനോട്ട് ടീച്ച് ദ ഓൾഡ് ട്രിക്ക് ടു ദ ഓൾഡ് ഡോഗ്, അല്ല ന്യൂ ട്രിക്ക് ടു ദ ഓൾഡ് ഡോഗ് എന്ന അവസ്ഥയിലാണ്. യു കനോട്ട് ടീച്ച് എ ന്യൂ ട്രിക്ക് ടു ദ ഓൾഡ് ഡോഗ്. പട്ടിയുടെ വാല് ഇനി നേരെയാക്കാൻ പറ്റുമൊന്നുമില്ല. പുതിയ പട്ടീനെ ഇനി വല്ലതും ശരിയാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇന്നത്തെ തലമുറയെ സത്യം പഠിപ്പിക്കണം. ഐ തിങ്ക് ദാറ്റ് ഈസ് യുവർ ഡ്യൂട്ടി. അതുകൊണ്ട് നിങ്ങൾ സത്യമായിട്ടും ഈ കാറ്റക്കിസം മുഴുവനും ഒന്ന് അതിന്റെ ആമുഖം തന്നെ ഒന്ന് വായിക്കുകയാണെങ്കിൽ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവും. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എഴുതിയിരിക്കുന്നതിന്റെ ആമുഖം നിങ്ങൾ വായിക്കണം. ഇതിന്റെ എന്ത് സംശയമുണ്ടെങ്കിലും എല്ലാത്തിനും ഇതൊരു റെഫറൻസ് കൂടിയാണ്. ഓക്കെ, അപ്പോ ഞാൻ ഈ 9 വർഷമായിട്ട് തളർന്നു കിടക്കണം. എന്തുകൊണ്ടാ? ഈ കൊച്ച്
അവളുടെ അപ്പനും അമ്മയും എവിടെയാണെന്ന് അവൾക്ക് അറിഞ്ഞൂടാ. Can you believe it? ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലാക്കി, നിന്റെ അപ്പൻ കുർബാന സ്വീകരിച്ചപ്പോ ഈശോ നിന്റെ അപ്പനിലില്ലേ? ഉണ്ട്. അപ്പോ ഈശോ എവിടെ കൊണ്ടുപോകും അപ്പനെ? അവൻ മരിച്ച എവിടെ പോവും? ഈശോന്റെ അടുത്താവും എന്ന് പറയല്ല. അവളുടെ കണ്ണ് തിളങ്ങാൻ തുടങ്ങി. നിന്റെ അമ്മ എങ്ങനെയാ ജീവിച്ചത്? ഓ, അമ്മ ഒരു വിശുദ്ധയായിരുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. എപ്പോഴും കൊന്ത കൈ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ അമ്മ എവിടെയാണിപ്പോ? ഒരു ചിരി വരാൻ തുടങ്ങി. അമ്മ ഈശോന്റെ അടുത്തായിരിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവളിലേക്ക് കർത്താവിന്റെ ശക്തി എരച്ച് കയറണമായിരിക്കും. ഞാൻ കൈനീട്ടിയിട്ട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ എണീറ്റ് നടക്കുവിൻ എന്ന് പറയല്ല. അവൾ എനിക്ക് കൈ തന്നു, ഞാൻ പൊക്കി, അവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. Praise the Lord. 9 വർഷമായിട്ട് തളർന്നു കിടന്നു. അപ്പൊ ഇതാണ് ഇടവക ധ്യാനത്തിലുണ്ടായ വലിയ ഒരു ചലനം. അപ്പൊ നമ്മൾ വീടുകൾ സന്ദർശിക്കണം. വീടുകളിൽ ഇങ്ങനെ തളർന്നു കിടക്കുന്ന ഒരുപാട് പേരുടെ തളർച്ചയുടെ കാരണം അവരുടെ ആന്തരികമായ മുറിവുകളും അല്ലെങ്കിൽ ആത്മീയമായ അറിവില്ലായ്മകളുമാണ്. പ്രത്യേകിച്ച് ഈ ഒരു കാര്യം. ഒരിക്കൽ ജർമ്മനിയിൽ വെച്ച് ഒരു സഹോദരി വന്നു. അവരെ നാട്ടുകാർ കൊണ്ടുവന്നതാണ്. 7 കുട്ടികളുണ്ട്. എല്ലാം ഇങ്ങനെ ഗാലറി പോലെ കുഞ്ഞു 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 കുഞ്ഞ്. ആ ഭർത്താവ് മരിച്ചുപോയി പെട്ടെന്ന്, അപ്പൻഡിസൈറ്റ്സിന്റെ പ്രശ്നമായിട്ട്. ഇവള് പറയാണ്, ഞാൻ എന്ത് ചെയ്യും? ഐ ആം നോട്ട് ദ ബ്രെഡ് വിന്നർ. എനിക്ക് ജോലി ചെയ്യാൻ അറിയില്ല. ഞാൻ ഈ കുഞ്ഞുങ്ങളെ വളർത്താൻ മാത്രം എനിക്ക് അറിയുള്ളൂ. എൻ്റെ ഏക താങ്ങും തണലുമായ ആളെ ദൈവം കൊണ്ടുപോയി. ഈ 7 മക്കളെ ഞാൻ എന്ത് ചെയ്യും? എങ്ങനെ വളർത്തും? ദുഃഖം താങ്ങാൻ പറ്റുന്നില്ല. ദുഃഖം കൊണ്ട് അവൾ വിവശയായിരിക്കുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ആർക്കും പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ അവിടെ ധ്യാനിപ്പിക്കണമെന്ന് കേട്ടപ്പോൾ ഈ ധ്യാനഗുരുവിനെ ആൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ അവളെ വളരെ സ്നേഹത്തോടെ, സഹാനുഭൂതിയോടെ, പ്രാർത്ഥനയോടെ ഡീല് ചെയ്തു. അവളോട് ഞാൻ ചോദിച്ചു, നിനക്ക് ഈ 7 മക്കളെയും നിന്റെ ഗർഭത്തിൽ ഉരുവാക്കിയ കർത്താവ് ഇപ്പോഴും നിന്റെ കൂടെ ഇല്ലേ? അവൾക്കൊരു സംശയം. എന്തിനാണ് എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോയത്? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളായി. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ ഭർത്താവ് ഇപ്പൊ എവിടെയാ? ആർക്കറിയാം? ഇതായിരുന്നു അവളുടെ ഉത്തരം. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. അവൾ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല. ഇപ്പൊ ഞാൻ അവളെ വിശ്വാസത്തിൽ വളർന്നിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കുറ്റം പറയാൻ പാടില്ല. അതാണ് പൗലോസിലെ പറഞ്ഞ, വിശ്വാസത്തിൽ വളരാത്തവരെയും സ്വീകരിക്കണം. ചിലപ്പോൾ ഈ സാഹചര്യങ്ങളുടെ പ്രഷർ കൊണ്ട് അവൾ അങ്ങനെ ചിന്തിച്ചു പോണതായിരിക്കാം. അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയണത് കൊണ്ടാകാം. അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിൽ അവൾക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ലായിരിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞു, കാര്യകാരണ സഹിതം നിന്റെ വിശ്വാസത്തെ നീ ഒന്ന് ചിന്തിക്കൂ. നമ്മുടെ വിശ്വാസം അനുസരിച്ച് നിന്റെ ഭർത്താവ് ജ്ഞാനസ്നാനം സ്വീകരിച്ച ആളാണോ? അതെ, ട്രഡീഷണലി കാത്തലിക്കാണ് ഞങ്ങള്. അപ്പൊ ജ്ഞാനസ്നാനം സ്വീകരിച്ച ഒരാൾ ദൈവത്തിന്റെ മകനാണ്. ദൈവമാണ് പിന്നെ അവന്റെ എല്ലാ കാര്യങ്ങളിലും ഉത്തരവാദി. അവൻ ആദ്യ കുർബാന കൈക്കൊണ്ടോ? കൈക്കൊണ്ടു. അവൻ കുർബാന കൈക്കൊള്ളാറുണ്ടോ? അവൻ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. അദ്ദേഹം ഒരു വിശുദ്ധനാണ്. 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിച്ചിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വ്യക്തി എവിടെ ആയിരിക്കണം? നീ ഒന്ന് അനുമാനിക്കൂ.
എല്ലാ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കുകയും ചെയ്യുന്ന ഈ വ്യക്തി എവിടെ ആയിരിക്കണം? എവിടെ ആയിരിക്കണം? ഇത് പറയൂ എന്ന് പറയുമ്പോൾ ഞാൻ അവളുടെ അടുക്കുന്നത് വരാൻ വേണ്ടി നോക്കാണേ. അവളുടെ അകത്തുനിന്ന് അത് പറയണേക്കാൾ പ്രധാനം അവളുടെ മുഖത്തിന്റെ ആ ഭാവം മാറുകയാണ്. അവളുടെ മുഖത്തുണ്ടായ മ്ലാനതയും ദുഃഖവും മാറി അവള് നല്ല പ്രസന്നവദനയായിട്ട് പറയുകയാണ്, തീർച്ചയായിട്ടും അദ്ദേഹം സ്വർഗത്തിലായിരിക്കും എന്ന് പറയല്ല. അവളത് ഭയങ്കര ഒരു കൺവിക്ഷനോടുകൂടി പറയുകയും മുഖത്ത് ഭയങ്കര സന്തോഷം വരികയാണ്. ഇപ്പോ അവളുടെ ദുഃഖം മുഴുവനും മാറി എന്നുള്ളതാണ് ശരിക്കും. ഇത് ഞാൻ എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണത്. അതായത് നമ്മൾ മരിച്ച ആളെ കുറിച്ചുള്ള യഥാർത്ഥ സത്യം മനസ്സിലാകുമ്പോൾ നമ്മുടെ ദുഃഖം മാറും. അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് ആശ്വസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ആ ദുഃഖം നിലനിൽക്കുകയാണെങ്കിൽ ഈ 38 ബാധകമാവും. ഏത്? ദുഃഖം ശക്തി തളർത്തും. അങ്ങനെ ഒരു സംഭവം ഞാൻ അറിഞ്ഞു. ഒരാള് ഭയങ്കര കൊമ്പം മീശയൊക്കെ വെച്ചിട്ട് അയാളെ ഒരു വാരിക്കൊട്ടയിൽ കൊണ്ടുവന്നിരിക്കുകയാണ്, ഒരു തരം കൊട്ട. അയാളുടെ ബോഡി മുഴുവനും റബ്ബർ പോലെ ആയിരിക്കണേ, എല്ലുകളൊക്കെ റബ്ബർ പോലെയാണ്. അപ്പൊ അയാളൊരു മിലിറ്ററി ക്യാപ്റ്റൻ ആയിരുന്നു പോലും. പക്ഷേ ഞാൻ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് ഈ വചനം പറയാണ്, ദുഃഖം ശക്തി തളർത്തുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ ഇയാൾ പറയണത് എന്നെ ഇന്ന ആശുപത്രിയിൽ കൊണ്ടുപോയി അവരെന്തോ ഇഞ്ചക്ഷനൊക്കെ തന്നു, അത് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ തളർന്നു, എന്നിട്ട് എന്നെ ഒരു തരം കാസ്കറ്റിലിട്ടു. ബോഡി ഇങ്ങനെ കംപ്രസ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു കാസ്കറ്റിലിട്ട് മടക്കി അയച്ചു. അവരാണ് എന്നെ ഇങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ ഇൻസിഡന്റിൽ അങ്ങനെ ആയിട്ടുണ്ടാകാം, പക്ഷെ അതല്ല അതിന്റെ കാരണം. അപ്പൊ ഇവിടെയാണ് നമ്മൾ ഈ വരങ്ങൾ ഉപയോഗിക്കേണ്ടത്. അവരൊന്ന് പറയണത് അതിൻ്റെ ഒരു എക്സ്റ്റേണൽ സംഭവങ്ങളായിരിക്കാം, പക്ഷെ അതിൽ അപ്പുറത്ത് ഇന്റേണലായിട്ട് അവരുടെ അകത്തുള്ള ആദിയും വ്യാധിയും എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റൂട്ട് കോസ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ ആ റൂട്ട് കോസ് മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് ഈശോ പറയണത് ഇവന്റെ അകത്ത് ദുഃഖം കെട്ടിക്കിടക്കുകയാണ്. ആ ദുഃഖമാണ് ഇതിന് കാരണം. അപ്പൊ ഞാൻ ചോദിച്ചു, വീട്ടിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടോ? അയാളങ്ങ് പൊട്ടിക്കരയാൻ തുടങ്ങി. ഏത്? ഈ കൊമ്പം വീശക്കാരൻ ക്യാപ്റ്റനോ കേണലോ ആയിരുന്ന ഒരു യുദ്ധവീരൻ ഒരു കൊച്ചിനെ പോലെ കരയാണ്. എന്റെ ഒപ്പം മരിച്ചുപോയി. ഇയാൾക്കിപ്പോ 65 വയസ്സുണ്ട്. 55 വയസ്സ്, 10 വർഷം മുമ്പ് അപ്പം മരിച്ചു. അപ്പനെന്റെ മടി കിടന്നാണ് മരിച്ചത്. കുറച്ചങ്ങ് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. അപ്പൊ കർത്താവ് പറയാണ്, അപ്പൻ മരിച്ച ആ ദുഃഖം ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നില്ല. അപ്പൻ ദൈവത്തോടു കൂടെയാണെന്നും ഒരാൾ വയസ്സാവുമ്പോൾ മരിക്കുമെന്നും ആ മരണത്തെ ജനനം പോലെ തന്നെ സ്വീകരിക്കണം നമ്മൾ. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ആ രീതിയിൽ ഒരുക്കി. സഹോദര, അറ്റ്ലീസ്റ്റ് 55 വയസ്സ് വരെ അപ്പൻ ജീവിച്ചിരുന്നല്ലോ. നിങ്ങൾ എന്തോരം ആളുകൾക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അപ്പം മരിച്ചു പോകുന്നു. നിങ്ങളൊരു ക്യാപ്റ്റനാണ്. നിങ്ങൾ എന്തോരം മരണം കാണേണ്ട ആൾക്കാരാണ്, എന്തോരം മരണം കാണേണ്ടവനാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരിച്ച ആള് മരിച്ചിട്ടില്ല. ദൈവത്തെ സംബന്ധിച്ച് ലൂക്ക എവിടെയാ? ലൂക്ക 20:38 ആണോ? ലൂക്ക 20:38.
ലൂക്ക 20:38. അവിടുന്ന് മരിച്ചവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. അവിടത്തേക്ക് എല്ലാവരും ജീവിക്കുന്നവർ തന്നെ. ദൈവത്തെ സംബന്ധിച്ച് മരിച്ചവർ എന്ന് പറയണില്ല. ഈശോ എപ്പോഴും പറയണത് ആ ബാലിക ഉറങ്ങുകയാണ് എന്നാ പറയണത്. ദൈവത്തെ സംബന്ധിച്ച് എല്ലാവരുടെയും ദൈവം ആത്മാവിനെയാണ് നോക്കണത്. ആത്മാവ് അതുപോലെ തന്നെയാണ്. മരിച്ചവനായ ആത്മാവും ദൈവത്തോടൊപ്പമാണ്. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് ആ മരിച്ച അവസ്ഥയെ, ആ അവസ്ഥയിലേക്ക് ഈശോയെ കൊണ്ടുവരാം. ഈശോയെ, അങ്ങറിയാതെ ഒരാളും ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഈശോയെ, ഈ സഹോദരന്റെ ദുഃഖത്തെ അങ്ങ് ഏറ്റെടുക്കണേ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ സ്വന്തം മകനെ തൻ്റെ കൺമുമ്പിൽ വെച്ച് കുരിയിൽ തറച്ച് കൊല്ലുന്നത് കണ്ടു നിന്ന അമ്മേ, ഈ മകനെ ആശ്വസിപ്പിക്കണേ. ഇങ്ങനെയെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കല്ല, ഞാനങ്ങ് കൈ നീട്ടിയപ്പോ ഇയാളിത് എഴുന്നേറ്റ് വരണം. ഇയാൾ എഴുന്നേറ്റ് ഒരു ആചാനവാഹു നടക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്. അപ്പൊ ഒരുപാട് രോഗങ്ങളുടെ മൂല കാരണം, അപ്പൊ എല്ലാ രോഗങ്ങളും ഒരു മൂല കാരണമുണ്ട്. നമ്മൾ പറയും റൂട്ട് കോസ് എന്ന് പറയും. റൂട്ട് കോസ്. ഈ വരദാനങ്ങളുടെ വളരെ പ്രയോജനമുള്ള ഒരു ഉപയോഗം ഈ റൂട്ട് കോസ് കണ്ടുപിടിക്കുക എന്നുള്ളതിനാണ്. ദർശനവരം. ഒരിക്കൽ ഒരു രോഗശാന്തി ശുശ്രൂഷ കഴിച്ചപ്പോ ഒരു പെണ്ണ് ഓടി വന്ന് പറയാണ്, എന്ത് രോഗശാന്തി ശുശ്രൂഷ അങ്ങനെ നടത്തിയത്? ശുശ്രൂഷ കഴിച്ചപ്പോ എനിക്ക് ശ്വാസം മുട്ട് കൂടി, എനിക്ക് ശ്വസിക്കാൻ പറ്റണില്ല. ഇങ്ങനെ കടന്നിട്ട് പാലുണ്ടാകും. ഇതാണ് രോഗശാന്തി ശുശ്രൂഷ നടത്തുന്ന ആളുകളുടെ വേറൊരു അവസ്ഥ. രോഗം മാറുകയാണെങ്കിൽ സന്തോഷം, രോഗം കൂടുകയാണെങ്കിലോ അവര് നമ്മൾ തെറി പറയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഉടനെ പരിശുദ്ധാത്മാവിനെ കോണ്ടാക്ട് ചെയ്യണം. പരിശുദ്ധാത്മാവേ എന്നാ നീ പറയണേ. അപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഒരു കൗൺസിലിംഗ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു യു വെയിറ്റ്, എല്ലാവരും പോയിട്ട് ഐ വിൽ ലുക്ക് ഇൻ ടു ദിസ്. അപ്പൊ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ആദ്യം നമ്മൾ അവർ പറയണൊന്നും കേൾക്കരുത്, പരിശുദ്ധാത്മാവ് പറയണത് കേൾക്കണം. പരിശുദ്ധാത്മാവേ എന്താ പറയണേ? അപ്പോൾ ആദ്യം ഒരു ദർശനം കാണുകയാണ്, ഒരു പാമ്പിനെ കാണുകയാണ്, ഒരു പാമ്പിനെ. അപ്പൊ ഇത് ഒരു ടീച്ചിങ് ആയിട്ട് എടുത്തോളൂ. ദർശനത്തിൽ കാണുന്ന ചിഹ്നങ്ങൾക്കൊന്നും ഒരു സ്റ്റാൻഡേർഡ് മീനിങ് ഇല്ല. പാമ്പ്, പിശാച്, അരിവാള്, ദേഷ്യം, റോസാപ്പൂ, പ്രേമം, ഇങ്ങനെയൊക്കെയുള്ള ചിഹ്നങ്ങള് ചിലവര് ബൈബിളിന്റെ പുറവശത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. ദിസ് ഈസ് നോട്ട് കറക്റ്റ്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയും നമ്മൾക്ക് ട്രെയിനിങ് തരുന്നുണ്ട് കൗൺസിലിങ്ങിനൊക്കെ, കുറെ സ്റ്റാൻഡേർഡ് ചിഹ്നങ്ങൾ. അപ്പൊ അതാണ് ലൂക്ക 12:12 പറയുന്നത്. പരിശുദ്ധാത്മാവ് ആ നിമിഷത്തിൽ അതിന് നിർവചനം തരും. ആ ചിഹ്നത്തിന് ആ ആളുടെ ജീവിതത്തിലെ എന്താണ് അർത്ഥം എന്നുള്ളത് ആ നിമിഷം നമ്മൾക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. ഈ പാമ്പിനെ കാണുന്നതിൽ തന്നെ ഒരുപാട് വ്യത്യസ്ത മീനിങ് ഉണ്ട്. മറ്റൊരു വശത്ത് ഒരു പാമ്പിനെ കണ്ടപ്പോ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അവരോട് പറയൂ സർപ്പത്തെ പോലെ ബുദ്ധിയുള്ളവളാകാൻ. മനസ്സിലായോ? അത് വേറൊരു ഇഷ്യൂ. അപ്പൊ ഇത് സൗഖ്യത്തിന്റെ ആയതുകൊണ്ട്, അപ്പോ ഈ പാമ്പിനെ കണ്ടപ്പോ ചോദിച്ചപ്പോ പറയാണ്, ഇവര് വർഷങ്ങൾക്ക് മുമ്പ് പാമ്പിനെ കണ്ട് പേടിച്ചു, അതുകൊണ്ട് ആസ്മ ഉണ്ട് അവർക്ക്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഇങ്ങനെ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടുണ്ടോ? അവർക്ക് അത് ഓർമ്മയുണ്ടാവില്ല, അവരില്ല എന്ന് പറയുള്ളൂ.
അപ്പൊ വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുകയാണ്, ഉദ്ദേശം എത്ര വർഷം മുമ്പാണ്? പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറയാണ് 25 വർഷം മുമ്പ്. ഇപ്പോ നിങ്ങൾക്ക് എത്ര വയസ്സായി? 35 വയസ്സായി. നിങ്ങൾക്ക് എത്ര വർഷമായി ആസ്മ തുടങ്ങിയിട്ട്? ഏതാണ്ട് 25 വർഷമായി. 25 വർഷം മുമ്പ്, അതായത് നിങ്ങൾ 10 വയസ്സുള്ളപ്പോ ഒരു പാമ്പിനെ കണ്ട് ഭയം പെട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടാണെന്ന് ഓർത്ത് നോക്കി. ഓ 10 വയസ്സ്, ഓ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കും, ഇത് മറക്കാൻ തുടങ്ങി. ശരിയാണ്, ഞാനൊരു പാമ്പിനെ കണ്ട്, ഞാനും എൻ്റെ കസിൻ സിസ്റ്റർ കൂടി സ്കൂളിൽ വിട്ട് വരുമ്പോ ഒരു വലിയ പാമ്പ് അവളെ കടിച്ചു, അവൾ അപ്പൊ തന്നെ അവിടെ മരിച്ചു വീണു. ഓടി 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 ഓടി. അപ്പോ അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോ, അപ്പൊ ഈ സംഭവം ഇപ്പൊ ഇവിടെ റീപ്ലേ ചെയ്യാണ്. ആ ആസ്മ തുടങ്ങിയ സംഭവം ഇപ്പൊ ഇവിടെ റീപ്ലേ ചെയ്യാണ്. അപ്പോ ഉടനെ പ്രാർത്ഥിച്ചു. അതിനാണ് ഇത്രയും ആത്മാവ് നയിച്ചു. 25 വർഷമായിട്ടുണ്ടായിരുന്ന ആസ്മ അപ്പൊ സൗഖ്യപ്പെട്ടു. അപ്പൊ അതിന്റെ റൂട്ട് കോസ്, ഇങ്ങനെയുള്ള കാര്യത്തിന് എത്ര മരുന്ന് കഴിച്ചാലും ഈ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ഇതിന് എന്ത് മരുന്ന് കഴിച്ചാൽ മാറുന്നത് പറയും. അന്ന് ഈ ഭയാനകമായ അന്ന് ആലോചിച്ച് നോക്കി, 10 വയസ്സുള്ള ഒരു കൊച്ച് ഈ ഇതുപോലെ ഭയാനകമായ ഒരവസ്ഥ പാമ്പിനെ കണ്ട് പേടിച്ചിട്ട് ഓടി അണച്ച് ഓയി വലിച്ച് മരണപരാക്രമത്തിൽ വന്നപ്പോ ഉണ്ടായ രോഗമാണ് ശരഹലബല ഹലബല ഹലബല. ഇപ്പോൾ ആർക്കോ അതിന്റെ സൗഖ്യം ഇവിടെ കിട്ടുന്നുണ്ട്. ഇതുപോലെ ആർക്കോ ഉള്ള സംഭവം ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ശരഹലബല ഹലബല ഹലബല ശലബല ഹലബല 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 ശലബല ഹലബല ഹലബല ഹലബല. ഈ വീഡിയോ കാണുന്നവർക്കും സൗഖ്യം ഉണ്ടാവുന്നു. ഈ വീഡിയോ കാണുന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. അതുപോലെ ശ്വാസം മുട്ടലുള്ളവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ ശ്വാസം മുട്ടലുള്ളവരെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ശല ഹലബല ഹലബല ഹലബല. ഇവിടെ ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ നിന്ന് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ അവസ്ഥയിൽ നിന്നും ഫ്രീഡം കിട്ടുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സാക്ഷ്യപ്പെടുത്താവുന്നതാണ്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാവില്ല. നമ്മളിൽ സൗഖ്യം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. അപ്പോ ഈ രോഗശാന്തി വരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ നമ്മൾക്ക് പലരെയും സൗഖ്യപ്പെടുത്താൻ പറ്റും. ഇതിന് മെഡിക്കൽ സയൻസിന് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റും മരുന്നൊക്കെ തന്നു. പക്ഷെ അതിന്റെ പെർമനന്റ് ഹീലിംഗ് നടക്കണമെങ്കിൽ ഇങ്ങനെയുള്ള അതിന്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് ഈശോ ചെയ്തത്. രോഗവും ആദിയും വ്യാധിയും എല്ലാം സൗഖ്യപ്പെടുത്തും. അപ്പൊ ഈശോ സൗഖ്യപ്പെടുത്തുമ്പോൾ അതിന്റെ കംപ്ലീറ്റ് ഹീലിംഗ് നമ്മുടെ ആ ആന്തരിക മേഖലകളിലേക്ക് കടന്നു വന്ന് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാവുന്ന ഭയത്തിന്റെ മേഖലകൾ, പലതരത്തിലുള്ള ഭയമാണ് നമ്മളിൽ കടന്നുകൂടാൻ സാധ്യതകളുള്ളത്. പലതരത്തിലുള്ള ഭയങ്ങൾ, ചില മിസ്യൂസുകൾ, ചില പലതും. നമുക്കിപ്പോൾ അതിനെക്കുറിച്ചൊന്നും വിശദമാക്കി പറയാതെ നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ ഇതിനെല്ലാം ഇപ്പൊ നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവേ ഈ വ്യക്തിയിൽ ജീവിതത്തിൽ ഉണ്ടായിരിക്കാവുന്ന എന്തെല്ലാം മേഖലകളുണ്ടോ അതിലേക്ക് പ്രവേശിക്കണമേ, കടന്നു വരണമേ, അത് വെളിപ്പെടുത്തി തരണമേ. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ കൂടി പറയട്ടെ. ഒരിക്കൽ ബോംബെയില് നമ്മൾ അവിടെ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കെ, അപ്പോൾ എല്ലാവർക്കും കൗൺസിലിംഗ് ഉണ്ട്.
അപ്പോൾ കൗൺസിലിങ്ങിന് വേണ്ടിയിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഒരു സഹോദരിയെ ഭർത്താവ് എന്നെ തോളിൽ പിടിച്ചു കൊണ്ടുവരികയാണ്. അവർക്ക് ഒരു വശം മുഴുവൻ തളർന്നു പോയിരിക്കുകയാണ്. അപ്പോൾ ഭർത്താവ് പിടിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഒരു വശം തളർന്നു പോയി. ഡോക്ടേഴ്സിന് അറിഞ്ഞുകൂടാ, എന്നാലും ഒരു എക്സ്പ്ലോറേറ്ററി ഓപ്പറേഷൻ വേണമെങ്കിൽ ചെയ്യാം. എന്താണ് ഇതിൻ്റെ നെർവ്സിനെ തുറന്നു നോക്കാം. ഒരു ഗ്യാരണ്ടി ഇല്ല, പക്ഷെ അതിന് തന്നെ വളരെ അധികം പൈസയും വലിയ ഒരു ഓപ്പറേഷൻ ആവുമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, ജോലി ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ ഗവൺമെൻറ് ജോലിയാണ്, പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. ജോലി പോയാൽ അതോടെ ശമ്പളം പോവും, അങ്ങനെ പ്രശ്നം. ആരോഗ്യം ഇങ്ങനെ, എന്ത് ചെയ്യും? വളരെ പരിതാപകരമായ അവസ്ഥ. അപ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം കേട്ടോ. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പം ഞാനതിൻ്റെ മുഖം അത്ര ഒന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒരു വശം തളർന്നു എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ മുഖത്ത് ഈ മേൽചുണ്ട് ഇങ്ങനെ മുറിഞ്ഞിരിക്കണതായിട്ട് ദർശനത്തിൽ കണ്ടു. അപ്പൊ ഞാൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ശരിയാണല്ലോ, അതിൻ്റെ മേൽചുണ്ട് ഇങ്ങനെ മുറിഞ്ഞിരിക്കണു, എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്താണെന്ന് ചോദിക്കാൻ പറഞ്ഞു. ചോദിച്ചപ്പോ വളരെ ഈസി ആയിട്ട് പറയാം, അത് ചെറുപ്പത്തിലെ പട്ടി കടിച്ചതാ എന്ന് പറഞ്ഞു. ചെറുപ്പത്തിലെ പട്ടി കടിച്ചതാണ്. അപ്പോ എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അതാണ് ഇതിൻ്റെ ഒരു വശം തളർന്നതിൻ്റെ കാരണം. അതായത് ചെറുപ്പത്തിലെ എന്ന് പറഞ്ഞാൽ എത്ര വയസ്സുള്ളപ്പോൾ, ഒരു 1.5 വയസ്സുള്ളപ്പോൾ ഞാൻ മുറ്റത്ത് കളിക്കണ നേരത്ത് പട്ടി വന്ന് കടിച്ചു എന്ന് അമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. 1.5 വയസ്സുള്ള ഒരു കൊച്ചിനെ പട്ടി ആക്രമിച്ചു, മുഖത്ത് കടിച്ചു. അപ്പോ വളരെ വലിയൊരു അവസ്ഥയായിരുന്നിരിക്കണമല്ലോ. അമ്മ പറഞ്ഞിട്ടുണ്ട്, ഏതാണ്ട് 1 മാസത്തോളം കോമയിലായിരുന്നു കിടന്നിരുന്നു. കണ്ടോ, ഈ ഷോക്ക് കൊണ്ട് 1 മാസത്തോളം ഹോസ്പിറ്റലിൽ കോമയിൽ കിടക്കായിരുന്നു. പക്ഷെ അതിൻ്റെ റിപ്പർക്കേഷൻസ് ഒന്നും അറിഞ്ഞൂടാ, ചെറുപ്പത്തിലെ പട്ടി അടിച്ച ഇത്. അപ്പോ പരിശുദ്ധാത്മാവ് കാണിച്ചു തരികയാണ്, ആ സമയത്ത് ചില ഞരമ്പുകൾ ബ്രേക്കായി, ചില നെർവ്സ് ബ്രേക്കായി. അതിൻ്റെ പ്രത്യാഘാതം ഇപ്പോഴാണ് അവരുടെ ശരീരത്തിൽ വരുന്നത്. അന്ന് വൂണ്ടറ്റായ നെർവ്സ്, നമുക്കൊരു ഫാക്ടർ ഓഫ് സേഫ്റ്റി ഉണ്ടല്ലോ, കുറെ ഞരമ്പുകൾ എക്സ്ട്രാ ഉണ്ടാവുമല്ലോ. സംഭവം ഇത്രയും നാളായി, പക്ഷെ അന്ന് ആ മുറിവേറ്റ ഞരമ്പുകൾ കാരണമാണ് ഇപ്പോ ഈ വശം തളർന്നേക്കണത്. അപ്പൊ ഇത്രയും കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ അതിൻ്റെ സൂചന കർത്താവ് അവരെ സൗഖ്യപ്പെടുത്താൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, സഹോദരി, ഇത് വളരെ, നമ്മൾ കുഞ്ഞായിരുന്നുകൊണ്ട് നമുക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ല, നമുക്ക് ഓർമ്മയുമില്ല. പക്ഷേ അന്ന് ഉണ്ടായ ഈ മുറിവിനെ കർത്താവ് സൗഖ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ഈ ഒരു വശം ശരിയാവും. I can't believe it, Jesus. നമുക്ക് ഈശോയെ ആ സാഹചര്യത്തിലേക്ക് വിളിക്കാം. ഈശോ, ഇതാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ള ഇന്നർ ഹീലിംഗ്. ഈശോയെ, അന്ന് അങ്ങ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇതെല്ലാം ഈ നേരത്തെ ആ അന്ധനെ കാഴ്ച, ഇതൊക്കെ എന്തിനാണ് കർത്താവ് അലവ് ചെയ്യണത്? കർത്താവിന്റെ മഹത്വം പ്രകടമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈശോയെ, അന്നത്തെ ആ സാഹചര്യത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. അങ്ങ് മരിച്ചുയർത്തവനാണ്, ലാസറിനെ ഉയർപ്പിച്ചവരാണ്. ലാസറിന്റെ സകല ഞരമ്പുകളും മരിച്ചു, എന്നിട്ട് ലാസറിന് ജീവൻ വന്നില്ലേ?
എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പൊ ഇവിടെ നമ്മളിലുള്ള രോഗശാന്തി വരം ഇവിടെ പ്രസക്തമാണ്. നമ്മളിലുള്ള അഭിഷേകം, നമ്മളിലുള്ള വിശ്വാസം. രോഗികൾക്ക്, വിശ്വാസിക്ക് അടയാളമുണ്ട്. എന്താണ്? അവൻ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സൗഖ്യപ്പെടും. ഞാൻ എപ്പോഴും പറയാറുള്ളത്, ഐ ആം നോട്ട് എ ഹീലർ ബട്ട് ഐ ആം എ ബിലീവർ. ഐ ആം നോട്ട് എ ഹീലർ, ഐ ആം എ ബിലീവർ. A believer has this sign, they will lay hands over the sick and the sick will be healed. This is 100% I believe. 100% I believe. It is a anointing given to us. എന്തിനു പറയുന്നു? ഞാനിങ്ങനെ അതിൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട്, കർത്താവേ, ആ ഞരമ്പുകളെ സൗഖ്യപ്പെടുത്തണേ, ഇവൾക്കൊരു അത്ഭുത രോഗശാന്തി കൊടുക്കണേ. ആ പട്ടി കടിച്ച ആ സാഹചര്യത്തിൽ ആ കുഞ്ഞിനുണ്ടായിരിക്കാവുന്ന ആഘാതം, മെന്റൽ ടോർച്ചർ, കർത്താവ് അതിലേക്ക് കടന്നു വന്ന് അങ്ങയുടെ കുരിശിലെ വേദനയോടൊപ്പം ആ വേദനകളെ ചേർക്കുന്നു. അവൻ നമ്മുടെ രോഗങ്ങളും വ്യാധികളും കുരിശിൽ ഏറ്റെടുത്തു. അവന്റെ ക്ഷതങ്ങളാൽ സൗഖ്യമാക്കപ്പെട്ടു. ഇപ്പൊ എനിക്കും എന്തോ ആർക്കോ സ്പർശനം ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം ആർക്കോ സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോ ചിലപ്പോ ഈ വീഡിയോ കേൾക്കുന്നവർക്കാകാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ആകാം. എന്തിനു പറയണു? ഈ സ്ത്രീ അവിടുന്ന് എഴുന്നേറ്റ് അങ്ങ് നടക്കാൻ തുടങ്ങി. ഇവിടുന്ന് എഴുന്നേറ്റ് അവര് നടക്കണു. ഇപ്പൊ ഞാൻ നോക്കുമ്പോ ഇപ്പൊ ഭർത്താവില്ലല്ലോ, ഭർത്താവില്ല, അത് താനെ നടക്കണു. പ്രൈസ് ദ ലോർഡ്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഞാൻ പറഞ്ഞേ, ഒരു ആഴ്ച കഴിയുമ്പോൾ എനിക്കൊരു കത്ത് അയക്കണം. ആർ യു ഓൾ റൈറ്റ്? കാരണം ഹോസ്പിറ്റലിൽ, അതായത് ജോലിയിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുകയാണേ. അത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതിയിരിക്കുകയാണ്, ഷീ ഈസ് 100% നോർമൽ ആൻഡ് സ്റ്റാർട്ടഡ് വർക്കിംഗ്. എന്തോ ഒരു അത്ഭുതമാണ് നമ്മളിലൂടെ കർത്താവ് ചെയ്യുന്നത്. ആലോചിച്ചു. ഇത് ഞാൻ അയർലൻഡിലെ ഒരു സ്ഥലത്ത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ ഗ്രൂപ്പിൽ ഇത്രയും പേരോടുണ്ടായിരുന്നുള്ളൂ. ആ ഗ്രൂപ്പിൽ 3 പേർക്ക് ഇതേ സിംറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി പട്ടി ആക്രമിച്ചു, വൂണ്ടറ്റായിട്ട്, മുഖത്ത് പാടുകളൊക്കെ ആയിട്ട് അവർക്ക് അപ്പൊ സൗഖ്യം കിട്ടി. പ്രൈസ് ദ ലോർഡ്. അതാണ് ഈ ഉദാഹരണങ്ങൾ പറയുമ്പോ ആർക്കോ അങ്ങനെയുള്ള മേഖലകളും കൂടി ചിലപ്പോ ഇപ്പോൾ ഉള്ള നമ്മുടെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ. ഒരാളൊരിക്കൽ യൂട്യൂബിൽ ഒരു മെസ്സേജ് കണ്ടിട്ട് മെസ്സേജ്, ബ്രദറെ, 2 വർഷം മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ കാണുകയായിരുന്നു. അതിൽ പറയാണ്, ഇപ്പോ പല്ല് പറിഞ്ഞ് പോകാനിരിക്കുന്ന ഒരാളുടെ പല്ല് കർത്താവ് സുഖപ്പെടുത്തുന്നു, അത് ഞാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന് ആ ഒരു ഹീലിംഗ് അന്നേ വരെ ആരും ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. 2 വർഷത്തിന് ശേഷം ക്ലിയർ ആയിട്ട് അയാൾക്ക് സൗഖ്യം കിട്ടിയേക്കണം. ഓക്കെ, യൂട്യൂബ് എന്തോരം ആൾക്കാരാണ് ഈ യൂട്യൂബ് വീഡിയോയിലൂടെ സൗഖ്യം കിട്ടുന്നതെന്ന് അറിയാമോ? അപ്പോ ദൈവത്തിന് സ്ഥലകാല സീമയില്ല. ഹി ഈസ് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ്. നമുക്കൊന്ന് എഴുന്നേറ്റ് സ്തുതിക്കാം. എന്നിട്ട് നമ്മളിൽ ഇതുപോലെ നമ്മൾ അറിയാതെ കിടക്കുന്ന എന്തെങ്കിലും മേഖലകളുണ്ടെങ്കിൽ നമുക്ക് അതിന് സൗഖ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ചുകൊണ്ട് നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബന്ധുമിത്രാദികളിലും ഇതുപോലെയുള്ള മേഖലകളുണ്ടെങ്കിൽ In the name of Jesus, be healed. ഈശോയെ, ഞങ്ങളുടെ ദുഃഖങ്ങളിലേക്ക്, ഞങ്ങളുടെ വേദനകളിലേക്ക്, അതിന്റെ മൂലകാരണങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ബന്ധുമിത്രാദികളുടെയും ഞങ്ങളുടെ മക്കളെയും കുഞ്ഞുമക്കളുടെയും ജീവിതത്തിലെ മൂലകാരണങ്ങളിലേക്ക് കടന്നു വന്ന്
അവരെ സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. In the name of Jesus, be healed. In the name of Jesus, be healed. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ മർത്ത ശരീരങ്ങൾക്ക് ഇപ്പോ ആർക്കോ വയറ്റിന് ഈ പൊക്കിളിന്റെ ഭാഗത്ത് ശക്തമായ വേദന ഉള്ള ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. പൊക്കിളിന്റെ ഭാഗത്ത് ആർക്കോ വേദനയുണ്ട്, ഒരാളെ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പൊക്കിളിന്റെ ഭാഗത്ത് ഒരു വേദന. നമുക്കിരിക്കാം. നമുക്ക് ചായ കാപ്പികളുണ്ടോ? ഇല്ല. ഇപ്പൊ ഒരു ബ്രേക്ക് വേണം. ഇപ്പോ ബ്രേക്ക് വേണം. ഓക്കെ, എന്നാ ലെറ്റ് us break.